കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ നരിക്കൽ കല്ലടമുക്ക് പൂങ്ങോട് റോഡിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടന്നു. ആഴ്ചയിൽ 2 ദിവസമോ അന്തിച്ചന്തോ ഏതാണ് പ്രായോഗികമെന്ന് കണ്ടാൽ അത് നടത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി 25 ലക്ഷം രൂപ നരിക്കൽ ടൗണിന്റെ ജംഗ്ഷനിലെ മാർക്കറ്റ് നവീകരണത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ പണി തുടങ്ങാനും ഈ മേഖലയിലെ കൃഷിയെ കൂടി കുറച്ചുകൂടി രാജവാലു പറഞ്ഞ പോലെ പ്രോത്സാഹിപ്പിച്ച് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ വെച്ച് വിൽക്കാനും പുനലൂർ മാർക്കറ്റിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആളുകളെ നരിക്കലേക്കും ആകർഷിച്ച് കാർഷിക മേഖലയിലെ പുരോഗതിയും കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇടത്തട്ടുകാരുടെ ഇടപെടലില്ലാതെ യഥാർത്ഥ വില ലഭ്യമാക്കി ചെയ്യുന്ന ഒരു സംവിധാനം അവിടെ ഒരുക്കാനും ഈ റോഡിനു വേണ്ടിയുള്ള നാട്ടുകാരുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ് ഇതോടെ സഫലമായി. നടവഴി മാത്രമായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. നാട്ടുകാരുടെ ശ്രമഫലമായാണ് റോഡ് വെട്ടിയത്. 10 വർഷത്തോളം കാൽനട പോലും ദുർഘടമായിരുന്നു ഇവിടെ. തുടർന്ന് വന്ന നിർമ്മാണ പ്രവർത്തനം അഴിമതി ആരോപണത്തിൽ കുടുങ്ങി. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ജില്ലാ പഞ്ചായത്ത് റോഡിന് തുക അനുവദിച്ചു. 17.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നരിക്കൽ റോഡിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ നാട മുറിച്ച് റോഡ് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു. തുടർന്ന് ഘോഷയാത്രയായാണ് ജനം സമ്മേളന വേദിയിലെത്തിയത്. ഉദ്ഘാടന സമ്മേളനത്തിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പ്രമീളകുമാരി അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് പ്രദീപ് സ്വാഗതം പറഞ്ഞു. പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ എം.എ. രാജഗോപാൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ജയമോഹൻ സാവ് തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ നോക്കിക്കാണുമ്പോൾ ജയമോഹൻ സാറിന്റെ ഡിവിഷനിലുള്ള മിക്കവാറും റോഡുകളുടെ എല്ലാ പ്രവർത്തികളും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് തികച്ചും ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ സ്വന്തം മണ്ഡലത്തോട് ഒരു താല്പര്യം കൂടുതൽ പ്രകടിപ്പിച്ചാൽ ഇരു മുന്നണിയിലുമുള്ള ബാക്കി മെമ്പർമാർക്ക് അതിന് ബുദ്ധിമുട്ട് വരും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹന് വേദിയിൽ സ്വീകരണം നൽകി. കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി സരോജാദേവ്, സർക്കിൾ ഇൻസ്പെക്ടർ കെ അലക്സ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനി ജെ ബാബു, ജെസി രാജു, CPM കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി ബിനു, CPI കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.